പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകാൻ സാധ്യത. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം പാർലമെന്റിലും പുറത്തും കൂടുതൽ ശക്തമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. രാഹുൽ ഗാന്ധി ഇന്ന് ബംഗളൂരുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം പാർലമെന്റിൽ ഇന്നും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഉന്നയിക്കും. ഇന്ത്യയ്ക്കുള്ള ഇറക്കുമതി തീരുവ ഇനിയും വർദ്ധിപ്പിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പല വിഷയങ്ങളുണ്ട്, ആഭ്യന്തരമായി നിലനിൽക്കുന്ന വിഷയങ്ങളുണ്ട്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, ഒപ്പം തന്നെ അന്താരാഷ്ട്ര വിഷയങ്ങളും ഇതിൽ പ്രതിപക്ഷം ആയുധമാക്കാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. ട്രംപിന്റെ തീരുവ, അതിനോടുള്ള ഇന്ത്യയുടെ പ്രതികരണം, ഇതൊക്കെ ഇന്ന് ചർച്ചയാകുമോ? വെരി ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. ഒട്ടേറെ വിഷയങ്ങൾ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ആക്ഷേപങ്ങൾ തന്നെയാണ്. അത് ഉന്നയിച്ച് ആദ്യ ദിനം മുതൽ ആരംഭിച്ച പ്രതിഷേധം അത് ഇന്നും തുടരും എന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസവും ഈ ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിന് സഭാതലം സാക്ഷ്യം വഹിച്ചിരുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 2 തവണ നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുകയായിരുന്നു. ഈ വിഷയം രാജ്യവ്യാപകമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം, പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു തീരുമാനം എടുത്തതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയ്ക്ക് ശേഷം ഈ വിഷയം ഉന്നയിച്ചുള്ള പ്രതിഷേധം പ്രതിപക്ഷം കടുപ്പിച്ചിരിക്കുന്നത്. ബംഗളൂരുവിൽ ഇന്ന് രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങൾ തന്നെ ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. സമാനമായി പാർലമെന്റിന് പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനം പ്രതിപക്ഷത്തിനുണ്ട്. രാജ്യസഭ കഴിഞ്ഞ ദിവസം സിറ്റിംഗ് അംഗം ഷിബു സോറന്റെ നിര്യാണത്തെ തുടർന്ന് അനുശോചനം രേഖപ്പെടുത്തി നേരത്തെ പിരിഞ്ഞിരുന്നു. അതേസമയം ഇന്ന് രാജ്യസഭയിലും ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ഇതോടൊപ്പമാണ് സുപ്രധാനമായ തരത്തിൽ ഇന്ത്യയ്ക്കുള്ള ഇറക്കുമതി തീരുവ വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം വേണ്ട എന്ന മുൻ തീരുമാനം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം രാത്രി ട്രംപിന്റെ ഈ പ്രസ്താവന വന്ന് മണിക്കൂറുകൾക്കകം തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു. അതിൽ US-നെയും ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ 2 കൂട്ടരും റഷ്യയിൽ നിന്നും ആവശ്യമില്ലാത്ത, അടിയന്തര സ്വഭാവമില്ലാത്ത വസ്തുക്കൾ പോലും ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്ന പ്രതികരണമാണ് നടത്തിയത്. ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപുമായി വ്യക്തിപരമായ അടുത്ത ബന്ധമുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ അവകാശപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയവും സർക്കാരിനെതിരെ ആയുധമാക്കും. കഴിഞ്ഞ ദിവസവും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയം ഉന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ചർച്ചയാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. ഇന്നും ആ നോട്ടീസ് നൽകും എന്ന് തന്നെയാണ് അംഗങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഒട്ടേറെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രതിപക്ഷമുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസം ഈ കായിക ബില്ലിൽ ചർച്ച തടസ്സപ്പെടുത്തുന്നതിനെതിരെ ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.